എന്റെ മാമയുടെ വീട്ടില്. അവിടുന്ന് ഞാനൊരു സ്റ്റീലിന്റെ കപ്പ് ഇസ്കി കൊണ്ടുവന്നില്ലേ, അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു. അത് ഞാൻ അടുക്കളയില് മൂന്നാമത്തെ ഷെൽഫിന്റെ ഉള്ളില് കുറ്റിയൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന കപ്പ. അതൊരു ദിവസം ആരും ഇല്ലാത്ത നേരം നോക്കി നിങ്ങളുടെ ഉമ്മ പതുക്കെ പതുക്കെ പോയിട്ട് കുറ്റിയും തുറന്നിട്ട് ആ സ്റ്റീലിന്റെ കപ്പ് മോഷ്ടിച്ചിട്ട് പോയി. എടി നീ ചെയ്തപ്പോ അത് ഇഷ്ടിക്കോണ്ട് വന്ന്, നമ്മുടെ ഉമ്മ ചെയ്തപ്പോ അത് മോഷ്ടിച്ചോണ്ട് വന്നു. എടി നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിൽ നിന്നല്ലേ എടുത്തത്, നീ കരക്കാരുടെ വീട്ടിൽ പോയല്ലേ എടുത്തത്. പോലീസുകാരെ അറിഞ്ഞാ നീ അകത്താവും. നിങ്ങൾ ഉമ്മാനെ സപ്പോർട്ട് ചെയ്തത് എങ്ങനെ? ഇനി ആ മുതലിന് നോക്കണെങ്കിലേ എനിക്ക് നോക്കൂലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കി തരണം. എന്ത് സാധനങ്ങള്? ഇടിയും തൊഴിയും കിട്ടിയാലേ പെരട്ടാനുള്ള മരുന്ന് ഇന്ന് നിന്നെ ഞാൻ ശരിപ്പെടുത്തോടി. വേറെയും പണി ചെയ്ത് ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്ന മുറിയിലെ ആ മൂപ്പത്താര് കോഴിക്കുട്ടികളെ കൊണ്ടുവന്ന് മൂടിട്ടു. നീ കിടക്കണ മുറിയില് എന്റെ ഉമ്മ കോഴിക്കുട്ടികളെ കൊണ്ടുവന്ന് മൂടിയിട്ടു. അപ്പൊ നീ അവരുടെ മുറിയിൽ പോയി കിടന്നാ പോരെ? ഞാൻ അവിടെ ആട്ടിൻകുട്ടികളെ കെട്ടിട്ടുണ്ടായിരുന്നു. അമ്പടി കള്ളി, അപ്പൊ നീ ഒട്ടും മോശമല്ല. ഇന്നലെ ആ പാപത്തിനെ ഷോക്ക് അടിച്ചെന്ന് കേട്ടല്ല. അപ്പൊ നീ അറിഞ്ഞില്ല അല്ലേ? ഇന്നലെ ഇസ്തിരി ഇട്ടപ്പോ ഉമ്മ പൊട്ടിയ വയറിമേ പിടിച്ച്. എങ്ങനെ രക്ഷപ്പെട്ട്? ഭാഗ്യത്തിന് അപ്പൊ കറണ്ട് ഉണ്ടായില്ല. ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ തലയിൽ ഇടുത്തി വീഴണം. അതെന്താ കാര്യം? അത്യാവശ്യ സമയത്ത് ഒരു ഉപകാരമില്ലാത്ത വകുപ്പ. എടി, ഏത് ഭാര്യക്കും ഈ ലോകത്തൊരു അമ്മായിയമ്മ ഉണ്ടാവും. അതിന് നീ കിടന്ന് ഹാലളകിട്ട് കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തില് ബാക്കിയുള്ള ഭാര്യമാരാരെന്നറിയോ? ആരാണ്? അമ്മായിമ്മമാരില്ലാത്ത. അങ്ങനെ നോക്കുമ്പോ ഹവ്വാ ബീവിയാണ് ഏറ്റവും ബാക്കിയുള്ള. ഹവ്വാ ബീവി. അവർക്ക് എന്ത് ഭാഗ്യമെന്നാണ് ഈ പറയണത്? അതിനവർക്ക് സ്വർഗം കിട്ടിയില്ലല്ലോ, അവർ നരകത്തിലല്ലേ പോയത്. നരകത്തിൽ പോയാലെന്താ? അമ്മായിമ്മില്ലല്ലോ. നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ തറവാട്ടി കിടന്ന് ഭയങ്കര കരച്ചില്. നമ്മുടെ ഉമ്മ നമ്മുടെ തറവാട്ടി കിടന്ന് കരയണ കാര്യം എന്താണ്? നിങ്ങളുടെ സ്വന്തം ഭാര്യ പാത്തുമ്മ പുള്ളിക്കാരിയുടെ ജീവിതം തകർത്തെന്ന് പറഞ്ഞാണ് കരയണത്. എടി, എന്റെ ഉമ്മ ഇവിടെ വന്ന് താമസിക്കുമ്പോ നീ അവർക്ക് സ്വൈര്യം കൊടുക്കത്തില്ല. അവരുടെ തറവാട്ടിൽ താമസിക്കുമ്പോൾ നീ സ്വൈര്യം കൊടുക്കത്തില്ലേ? നീ എന്താണ് ചെയ്തത്? സത്യം പറ. നിങ്ങളുടെ പാത്തുമ്മാത്ത ഏതോ പുസ്തകം കത്തിച്ചെന്ന് പറഞ്ഞാണ് കരയണത്. പുസ്തകം കത്തിച്ചെന്നാ? അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും ഒന്നും നമ്മുടെ ഭാര്യക്ക് ഇല്ലല്ല. ശത്രു ആയാലും മിത്രം ആയാലും പുസ്തകം നശിപ്പിക്കണ തെറ്റ് തന്നെയാ. ഏത് പുസ്തകം കത്തിച്ചേ? ഏത് പുസ്തകം എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ പുസ്തകം വായിക്കരുത് അമ്മായിമ്മ. ഏത് പുസ്തകം നീ പറ. അങ്ങനെ ചോദിക്കേ. ഏത് പുസ്തകം മൂപ്പത്താര് വായിച്ചെന്നറിയോ?